ഡോക്ടർ സുനിൽ PS ക്യുസാറ്റിലെ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് വകുപ്പ് മേധാവിയാണ്. ഡോക്ടർ സുനിൽ, ഇപ്പോൾ അവിടെ മണ്ണ് ഏത് സമയവും വീണ്ടും ഇടിഞ്ഞു വീഴാം എന്നൊരു ആശങ്ക നിലനിൽക്കുന്നു എന്നാണ് ചില രക്ഷാപ്രവർത്തകരെങ്കിലും പറയുന്നത്. ശരിയാണ്, തുടർച്ചയായ മഴയുണ്ട്. ഇന്നത്തെ മഴയെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ ശക്തമായ മഴയാണ് അടിക്കടി പെയ്തുകൊണ്ടിരിക്കുന്നു. മഴയത്ത് രക്ഷാപ്രവർത്തനം നിർത്താതെ തന്നെ അവർ തുടരുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ഈ മലയ്ക്ക് സമീപമല്ലാത്ത ഭാഗത്ത് മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. അവിടേക്ക് തിരച്ചിൽ പോയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. ഇവിടെ ഇനി തിരച്ചിൽ അപകടകരമായ രീതിയിൽ ആണോ തിരച്ചിൽ നടത്തേണ്ടി വരിക? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖലകൾ ഹിമാലയം, അതുപോലെ തന്നെ പശ്ചിമഘട്ട മേഖലകളാണ്. ഹിമാലയത്തിൽ സാധാരണ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ നമുക്ക് പൊതുവെ അവിടെ മഴ അതുപോലെ തന്നെ ഭൂചലനങ്ങളാണ് ഒരു പ്രധാനമായ കാരണങ്ങൾ. എന്നാൽ പശ്ചിമഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പ്രധാനമായും ഈ മണ്ണിടിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടുത്തെ ഹെവി റെയിൻഫോൾ തന്നെയാണ്. അനിയന്ത്രിതമായ മഴ, വളരെ കുറച്ച് സമയം ഏറ്റവും ഉയർന്ന നിരക്കിൽ മഴ ലഭിക്കുമ്പോഴാണ് ഇത്തരം മണ്ണിടിച്ചിലുകൾ നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് 2019 നടന്ന കവളപ്പാറ, അതുപോലെ തന്നെ 2020 നമ്മൾ നേരിട്ട പെട്ടിമുടി പോലുള്ള ദുരന്തം, അതേപോലെ മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ. ഈ ഷിരൂരിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടുത്തെ ജിയോളജിക്കലി ഞാനിപ്പം അർജുൻ്റെ സഹോദരിയുടെ ആ വാക്കുകളൂടെ കേട്ട് ആ നിരാശാജനകമായ കാരണം അന്ന് 6 ദിവസം കടന്നിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ അതിൽ കൂടുതലും ജിയോളജി ഭാഗത്തേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ഇവിടെ പ്രധാനമായും ഇത്തരം മേഖലകളിൽ നമുക്ക് കണ്ടുപിടുന്നത് ലാറ്ററൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞ വെട്ടുകല്ല് പോലത്തുള്ള ഒരു ടെറൈൻ കണ്ടീഷനാണ്. ഇപ്പം നമ്മൾ ഇത് ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് റോഡാണെങ്കിലും റെയിൽ പാതകളൊക്കെ ആണെങ്കിലും നമ്മൾ അത് അവിടുന്ന് ഈ റോഡിന് വേണ്ടി നമ്മൾ അവിടുന്ന് ഈ പറഞ്ഞ അടർത്തി എടുത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഈ പശ്ചിമഘട്ട മേഖലകളിലും അതുപോലെ തന്നെ ഈ റോഡിനോട് ചേർന്ന മേഖലകളിലേക്ക് പ്രതലത്തിൻ്റെ അല്ലെങ്കിൽ ഈ സർഫസിൻ്റെ ഒരു രീതി ഒരു 40-45 മീറ്റർ ചരിഞ്ഞ പ്രദേശങ്ങളാണ്. ഇപ്പം ഇവിടെ ഈ മേഖലകളിൽ ഓൾറെഡി ഈ പറഞ്ഞ പോലെ പ്രകൃതി സന്തുലിതാവസ്ഥയ്ക്ക് ഇത്തരം വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും അത് ഇതിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പം നമ്മളിപ്പം ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായിട്ടുള്ള TV-കളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട് അവിടുത്തെ രീതിയും എത്രത്തോളം ഭയാനകമായ രീതിയിലാണ് അവിടെ മണ്ണിടിച്ചിരിക്കുന്നുള്ളത്. അത് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു ചെറിയ മേഖലകളിലല്ല, ഓൾമോസ്റ്റ് ആ റോഡിന് പാരലായിട്ട് വളരെ നീളത്തിലാണ് ഈ നമ്മുടെ ആ മണ്ണിടിച്ചിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് റോഡിന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു 45 ഡിഗ്രിക്ക് മുകളിലായിട്ടൊരു ചരിവുണ്ട്. അതുപോലെ തന്നെ അവിടെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് നിബിഡമായ അത് വനമേഖലയാണോ അതോ മറ്റു പ്ലാന്റേഷൻ ആണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും അവിടെ ഇപ്പോഴും മഴ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ അവിടെ അടിക്കടി ഇപ്പോൾ മഴ അനിയന്ത്രിതമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അടർന്ന ഭാഗങ്ങൾ വീണ്ടും അടരാനുള്ള സാധ്യതകൾ ഒന്നുണ്ട്. രണ്ടാമത് നമ്മൾ ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നു റഡാർ സംവിധാനം, അതായത് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ, അതുപോലെ തന്നെ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS, അതായത് അർജുൻ ആ വാഹനത്തിൽ അവിടെ പാർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം അതിന് തൊട്ട് മുമ്പ്, ഈ അപകടത്തിന് തൊട്ട് മുമ്പ് വാഹനത്തിൻ്റെ ഉടമയായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് ലൊക്കേഷൻ കിട്ടി. അതുപോലെ തന്നെ ഇതിന് ശേഷം നമ്മൾ ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് NIT റൂർക്കേല എന്ന് വന്ന പഠന സംഘം അവർ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് GPR ഉപയോഗിച്ച് ഒരു സർവേ നടത്തി. ഇതിന് രണ്ടിലും വരുന്ന സാങ്കേതികമായ ഒരു കാരണങ്ങൾ ഞാനത് സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാൻ. കാരണം ഞാൻ ഈ കഴിഞ്ഞ 2 ദശകത്തോളമായിട്ട് ഈ GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഭൂചലനങ്ങൾ റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ടും ഞാൻ അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, GPS നമ്മൾ സാധാരണ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ നാവിഗേഷൻ പർപ്പസ് അല്ലെങ്കിൽ പൊസിഷന് വേണ്ടിയാണ്. നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു യൂബർ വിളിക്കാൻ വേണ്ടി നമ്മളൊരു വെഹിക്കിൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കൂടെ അവർക്ക് ഷെയർ ചെയ്യും. അവർ നമുക്കറിയാം, ഒരു പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തെത്തിയിട്ട് അവരൊരു 25-50 മീറ്റർ അടുത്തിട്ട് അവർ പറയും എനിക്ക് നിങ്ങളുടെ എത്തിക്കഴിഞ്ഞു. പക്ഷേ അവർ നമ്മുടെ വീട്ടിലെത്തുന്നില്ല. അവർ പക്ഷേ വീടിൻ്റെ ചുറ്റളവുള്ള ഒരു 50 മീറ്റർ ചുറ്റളവിലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ GPS പൊസിഷൻ അർജുൻ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ പറയുന്ന 50 മീറ്റർ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു എറർ, നമ്മളതിനെ ആ ഒരു 50 മീറ്റർ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തത്തിൽ വരച്ചു കഴിഞ്ഞാൽ ഈ 50 മീറ്ററിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ഒരു വൃത്താകൃതിയിൽ ആ ഒരു 50 മീറ്റർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിലും ഈ
നമ്മുടെ വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ നമുക്കായിരിക്കും. ഇപ്പോൾ അർജുൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ഒരു പക്ഷേങ്കിൽ 25 തൊട്ട് 50 മീറ്ററിൽ നമ്മളിപ്പം രണ്ടാമത്തെ ഞാൻ ഈ GPS-ൻ്റെ കൂടെ GPR-ഉം കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം NIT-യിലെ സംഘം വന്നപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന GPS ലൊക്കേഷൻ്റെ ഭാഗത്താണ് അവർ സർവേ നടത്തിയിരിക്കുന്നത്. സർവേ നടത്താനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറിൽ അതിൻ്റെ സെൻസറുകളും അത് ഘടിപ്പിച്ചിരിക്കുന്ന വീല് 4 ചക്രങ്ങളുണ്ട്. അത് നമുക്ക് സാധാരണ ഈ ഒരു മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സ്മൂത്തായിട്ടുള്ള സർഫസിലാണെങ്കിൽ നമ്മൾക്ക് മെഷീൻ തള്ളി നീക്കുകയോ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഒരു ഭൂമിയുടെ ഉൾവശം ഒരു ഷാലോ സർഫസ് സബ് സർഫസ് എന്ന് പറയും. അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 20 to 50 മീറ്റർ അല്ലെങ്കിൽ 30 അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ശരീരങ്ങൾ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി മെഷീൻ ഉപയോഗിക്കുന്ന പോലെ ഒരു ഭൂമിയെ സ്കാൻ ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അത് കടത്തിവിട്ടുകൊണ്ട് സ്കാൻ ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇവിടെ ഇത്തരം മണ്ണിടിച്ചിൽ മേഖലകളിൽ അതിന് അവർക്ക് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അത് ഉരുട്ടിക്കൊണ്ട് പോകാനോ വലിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനമില്ല. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഞാൻ TV കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരൊരു ക്രെയിൻ ഉപയോഗിച്ച് അവരെ ഉയർത്തി ഈ പറഞ്ഞിരിക്കുന്ന GPS പൊസിഷൻ്റെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർ ആ മെഷീൻ വെച്ച് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഈ ലോകത്തിൻ്റെ അതായത് നമ്മുടെ ഈ ട്രക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും, കാരണം ഇത് മെഷർ ചെയ്യുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും. അതായത് അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കടത്തി വിട്ടുകൊണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള അത് മണ്ണായിക്കോട്ടെ കട്ടിയുള്ള പാറയായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ മെറ്റാലിക് അംശങ്ങളായിട്ടുണ്ട് അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിൻ്റെ വേരിയേഷൻ ഇത് കടത്തി വരുന്ന ഇലക്ട്രോണിക് മാഗ്നറ്റിക് വേവ്സിൻ്റെ വെലോസിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ മണ്ണിടിച്ചിലിൻ്റെ കൂടെ അവിടെ മണ്ണുണ്ട്, വെള്ളവുമായി ചേർന്ന മണ്ണുണ്ട്. വെള്ളം കൂടുതൽ വരുമ്പം ഈ പറയുന്ന ഡയറ്ററി കോൺസ്റ്റന്റ് വ്യതിയാനം ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വലിയ വലിയ പാറകളുണ്ട്. അതിന് അപ്പം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ NIT റൂർക്കലയിൽ നിന്ന് വന്നിരിക്കുന്ന ടീം അവർക്ക് കൊടുത്തിരിക്കുന്ന GPS-ൻ്റെ ലൊക്കേഷൻ ആ ഒരു ഭാഗത്ത് മാത്രം അവർ എനിക്ക് തോന്നുന്നൊരു ക്രെയിൻ വെച്ച് ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് അവിടെ പോയി മെഷർ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ GPS സംവിധാനത്തിൻ്റെ ഒരു എറർ എന്ന് പറയുന്നത് 25 തൊട്ട് 50 മീറ്ററോളം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഇപ്പോഴും എൻ്റെ ഒരു ദൃഢമായ ഇത് അർജുനും അതുപോലെ തന്നെ ആ വാഹനവും ഈ പറയുന്ന ഒരു 50 മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട്. കാരണം നമുക്കറിയാം ഇതൊരു വലിയൊരു ട്രക്കാണ്. ഈ ട്രക്ക് ഫുൾ ലോഡഡായിട്ടുള്ള തടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയ്ക്ക് ഒരു വലിയ ലാൻഡ് സ്ലൈഡ് വന്നാൽ പോലും ഈ തടിയും ഈ ട്രക്കും ഉൾപ്പെടെ അത് പുഴയിലേക്ക് പോയിരുന്നെങ്കിൽ പോലും ഈ ട്രക്ക് നമുക്ക് ഇത്ര ദൂരെ പോകാനുള്ള ഒരു ശക്തി ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. അതുപോലെ തന്നെ തടികൾ നമുക്ക് അത് ഒരുപക്ഷെ അതിൽ നിന്ന് ഉരുണ്ട് നമുക്ക് റോഡിൻ്റെ പല സൈഡിലും അല്ലെങ്കിൽ റിവറിൻ്റെ സൈഡിൽ കാണാൻ പറ്റിയേനെ. ഇതൊന്നും കാണുന്നില്ല. മാത്രമല്ല ഈ പറയുന്ന GPS സംവിധാനത്തിൻ്റെ എറർ ഞാൻ പറഞ്ഞ പോലെ 25 തൊട്ട് 50 മീറ്റർ ആയതുകൊണ്ട് ഇവർ ആ ലൊക്കേഷൻ പറഞ്ഞ സ്ഥലം മാത്രമായിരിക്കും ഒരു പക്ഷേങ്കിൽ അവർ അവിടുന്ന് മണ്ണ് നീക്കാൻ വേണ്ടി ശ്രമിച്ചതും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അവിടുത്തെ ദുരന്ത നിവാരണത്തിലെ അംഗമായ രഞ്ജിത്ത് ഇസ്രയേൽ അല്ലേ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പോഴും ഒരു 50% പോലും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവർ റവന്യൂ മന്ത്രി വന്ന് പറഞ്ഞു 98%. എങ്കിൽ അതും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഉണ്ടെന്ന്. എങ്കിലും ഇപ്പോഴും അവിടുന്ന് അർജുനും അദ്ദേഹത്തിൻ്റെ വാഹനവും അവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടുത്തെ സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ സാഹചര്യങ്ങളും അത് മെഷർ ചെയ്യാനുള്ള സംവിധാനം. ഡോക്ടർ സുനിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ താങ്കൾ വിശദമായി എന്തൊക്കെ സാങ്കേതിക സംവിധാനങ്ങൾ നമുക്ക് തിരച്ചിലിനായി ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ തരത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ ഇത്രയും വാസ്റ്റ് ഏരിയയിൽ വലിയ രീതിയിൽ മണ്ണ് ഇറങ്ങി വന്നിട്ടുള്ള വലിയൊരു ദുരന്തമുണ്ടായാൽ പരിശോധനയ്ക്കുള്ള സംവിധാനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ സത്യം? അങ്ങനെ തിരയാനും കണ്ടെത്താനുമുള്ള സംവിധാനം നമുക്കില്ല. ഇപ്പോഴത്തെ ഈ ഒരു നമുക്കില്ല. അങ്ങനെ വേണമെങ്കിലും കാരണം സംവിധാനങ്ങൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മളത് അത് വെട്ടിമുടിയിലും കവളയപ്പാറയിലും നമ്മൾ ഇതേ തരത്തിലുള്ള സംവിധാനങ്ങൾ നോക്കിയിട്ട് നമുക്കത് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞത്. അതാണ് ശാസ്ത്രം അങ്ങേ അറ്റത്തെ പുരോഗതിയിലേക്ക് എത്തിയിരിക്കും. നമ്മൾ വലിയ തോതിൽ വികസിച്ചു എന്ന് പറയുന്നിടത്താണ് ഇങ്ങനെ ദുരന്തത്തെ നേരിടാൻ അല്ലെങ്കിൽ ദുരന്തത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനമില്ല എന്നുള്ള വലിയ വസ്തുത ഇപ്പോൾ തിരിച്ചറിയുന്നത് വലിയൊരു നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.